ശ്രീത് പണിക്കർ, ഇതിലെന്തെങ്കിലും പ്രശ്നമുണ്ടോ? പക്ഷേ ആ ഇലക്ഷൻ അന്ന് PIBയുടെ റിലീസിൽ ഈ ആകെ പോൾ ചെയ്ത വോട്ടുകളുടെ എണ്ണത്തിന്റെ കോളത്തിൽ 7 കോടി വന്നിരുന്നു കേട്ടോ. അത് ശരിയുമാണ്. അല്ല നോക്കൂ, ഇതില് ശ്രീ ഷാക്കർ ഇവിടെ പറയുന്നത് CPI-ML ഇന്നലെ ഉന്നയിച്ച ഒരു ആരോപണമാണ്. CPI-ML ആണ് ഇത് ആദ്യമായിട്ട് കൊണ്ടുവരുന്നത്. അതാണ് ഇപ്പോൾ ഷാക്കർ പറയുന്നത്. കുറേയധികം കോൺഗ്രസിന്റെ കോൺഗ്രസ് അനുകൂല ഹാൻഡിലുകളിൽ നിന്ന് സോഷ്യൽ മീഡിയയിലടക്കം പ്രചരിക്കുന്ന ഒരു കണക്കാണിത്. ഈ കണക്ക് സത്യത്തിൽ ഇത്ര മാത്രമേ ഉള്ളൂ. ആദ്യമുണ്ടായിരുന്ന തെരഞ്ഞെടുപ്പ് കമ്മീഷന്റെ ആദ്യമുണ്ടായിരുന്ന കണക്കനുസരിച്ച് വോട്ടേഴ്സ് ലിസ്റ്റ് ഫ്രീസ് ചെയ്യുന്ന സമയത്ത് 7,42,00,000 വോട്ടർമാരാണ് അവിടെ ഉണ്ടായിരുന്നത്, ടോട്ടൽ എലിജിബിൾ വോട്ടർമാർ. എന്നാൽ പോളിംഗ് കഴിഞ്ഞതിന് ശേഷം പുറത്തുവിട്ടിരിക്കുന്ന കണക്കനുസരിച്ച് മൊത്തത്തിലുള്ള വോട്ടർമാരുടെ എണ്ണം 7,45,00,000 അതായത് ഫ്രീസ് ചെയ്തിരുന്ന സമയത്ത്, വോട്ടേഴ്സ് ലിസ്റ്റ് ഫ്രീസ് ചെയ്തിരുന്ന സമയത്ത് ഉണ്ടായിരുന്നതിനേക്കാൾ 3 ലക്ഷം അഡീഷണൽ വോട്ടർമാരാണ് തെരഞ്ഞെടുപ്പ് കഴിഞ്ഞപ്പോൾ പിന്നീട് വന്നിരിക്കുന്നത്. അവർ വോട്ട് ചെയ്തു എന്നല്ല അതിനർത്ഥം. അതിന്റെ ഏതാണ്ട് 66% മാത്രമാണ് പോൾ ചെയ്തിരിക്കുന്നത്. അതാണ് മഞ്ജുഷ് പറഞ്ഞിരിക്കുന്നത്. ഏതാണ്ട് 5 ലക്ഷത്തിൽ താഴെയോ മറ്റോ വരുന്ന കണക്ക് വരുന്നത് അതിലാണ്. അതാണ് ആക്ച്വൽ വന്നിരിക്കുന്നത്. അല്ലാതെ 7 കോടി പേര് വോട്ട് ചെയ്തു എന്നുള്ളതല്ല അതിന്റെ കണക്ക്. അതെന്താണ് എന്നതിനെക്കുറിച്ച്, തെരഞ്ഞെടുപ്പിനെക്കുറിച്ച് ABCD അറിയാവുന്ന, അല്ലെങ്കിൽ ആ പ്രക്രിയ എന്താണ് എന്നതിനെക്കുറിച്ച് അറിയാവുന്ന ഒരു ബൂത്ത് ലെവൽ ഓഫീസറോട് ചോദിച്ചാൽ ശ്രീ ഷാക്കറിന്റെ സംശയം മാറും. വളരെ നിസ്സാരമായിട്ടുള്ള ഒരു കാര്യമാണ്. കാരണം നമ്മുടെ തെരഞ്ഞെടുപ്പിന്റെ ഇപ്പോൾ SIR വന്നു. SIR വന്നതിന് ശേഷം വോട്ടേഴ്സ് ലിസ്റ്റിനെ ഫ്രീസ് ചെയ്യുന്നത് സെപ്റ്റംബർ 30 അവിടെ നടക്കുന്നത്. പക്ഷെ അതിനുശേഷം ഈ 2 ഘട്ടങ്ങളിലായി നടക്കുന്ന തെരഞ്ഞെടുപ്പിന് നാമനിർദ്ദേശ പത്രിക സമർപ്പിക്കുന്ന അവസാന തീയതി വരെയും ഓരോ ഘട്ടത്തിനും അതുവരെയും ആൾക്കാർക്ക് ഈ വോട്ടേഴ്സ് ലിസ്റ്റിലേക്ക് പേര് ചേർക്കാനായിട്ട് അവർക്ക് അനുവാദമുണ്ട്. അത് നമ്മുടെ രജിസ്ട്രേഷൻ ഓഫ് ഇലക്ടേഴ്സ് റൂൾ 1960 റൂൾ 12 അനുസരിച്ചിട്ടാണ് ഇലക്ടറൽ രജിസ്ട്രേഷൻ ഓഫീസർക്ക് ഒരു തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട് നാമനിർദ്ദേശ പത്രിക സ്വീകരിക്കുന്ന അവസാന ദിവസം വരെയും 18 വയസ്സ് പൂർത്തിയായിരിക്കുന്ന ആൾക്കാരെ ആർട്ടിക്കിൾ 326 അനുസരിച്ചിട്ടുള്ള അവരുടെ അവകാശമാണ്, വോട്ട് ചെയ്യാനുള്ള അവകാശം എന്നത്, അത് കൊടുക്കുന്നതിന് വേണ്ടി ഫോം 6 സ്വീകരിക്കാം. അങ്ങനെ ഏത് തെരഞ്ഞെടുപ്പാണെങ്കിലും, അത് നമ്മുടെ ഈ വോട്ടേഴ്സ് ലിസ്റ്റ് ഫ്രീസ് ചെയ്തിരിക്കുന്ന ഇങ്ങനെ SSR ആണെങ്കിലും SIR ആണെങ്കിലും നടന്നിരിക്കുന്ന ഒരു തെരഞ്ഞെടുപ്പിന്റെ ഈ ഘട്ടത്തിലേക്ക് വരുമ്പോൾ, അതായത് നോമിനേഷൻ പേപ്പർ കൊടുക്കുന്ന ലാസ്റ്റ് ഡേ വരുമ്പോഴേക്കും ആദ്യം പ്രഖ്യാപിച്ചിരിക്കുന്നതിനേക്കാൾ കൂടുതൽ വോട്ടർമാരാണ് പിന്നീട് ഉണ്ടാവുക. കാരണം 18 വയസ്സ് പൂർത്തിയായിരിക്കുന്ന ആൾക്കാരെ ആഡ് ചെയ്യുന്നതിന് തെറ്റില്ല. തന്നെയുമല്ല, സെപ്റ്റംബർ മാസത്തിലാണ് 12ാമത്തെ അഡ്രസ് പ്രൂഫായിട്ട് ആധാർ സ്വീകരിക്കാം എന്ന് സുപ്രീം കോടതി പറഞ്ഞത്. അതോടുകൂടി ഈ പെൻഡൻസി, പുതിയ ആപ്ലിക്കേഷൻ പെൻഡൻസി ഉണ്ടായിരുന്ന ആൾക്കാർക്കെല്ലാം ഇത് കുറച്ചുകൂടി എളുപ്പമായി. കാരണം ആധാർ ഉണ്ട്, ആധാർ സ്വീകരിക്കപ്പെടും, ആധാർ വെരിഫൈ ചെയ്യുന്നതിന് എളുപ്പമാണ്, ഓൺലൈനായിട്ട് വെരിഫൈ ചെയ്യുന്നതിന് വളരെ എളുപ്പമാണ്. അതുകൊണ്ട് കൂടുതലായിട്ടുള്ള ആൾക്കാർ ഈ ഒക്ടോബർ 13 വരെയും 20 വരെയുമുള്ള 2 സ്റ്റേജുകളിലായിട്ട് കൂടുതലായിട്ട് ആൾക്കാർ അവിടെ ആഡ് ചെയ്യപ്പെട്ടിട്ടുണ്ട്. അങ്ങനെ വന്നിരിക്കുന്നതാണ് ഈ 3 ലക്ഷം. ഈ 3 ലക്ഷം എന്ന് പറയുമ്പം 3 ലക്ഷം എന്ന് ഒറ്റയ്ക്ക് കേൾക്കുന്ന സമയത്ത് അയ്യോ അത് വലിയ കണക്കാണ് എന്ന് തോന്നുമെങ്കിലും മൊത്തത്തിൽ അവിടെയുള്ള ഇലക്ടറേറ്റിന്റെ മൊത്തത്തിലുള്ള കണക്കിന്റെ 0.4% മാത്രമേ ഈ 3 ലക്ഷം ആൾക്കാരുള്ളൂ. ഇത് എല്ലാ തെരഞ്ഞെടുപ്പുകളിലും നടക്കുന്ന ഒരു സംഭവമാണ്. ഈ വോട്ടേഴ്സ് ലിസ്റ്റ് ഫ്രീസ് ചെയ്യുക എന്ന് പറയുമ്പോൾ റിവിഷനാണ് SIRൽ ഫ്രീസ് ചെയ്യുന്നത്. പുതുതായിട്ട് ആൾക്കാരെ ആഡ് ചെയ്യുന്നത് ഫ്രീസ് ചെയ്യുന്നില്ല. അങ്ങനെ ഒരു പരിപാടിയില്ല. നിയമം അനുസരിച്ച്, നമ്മുടെ നാട്ടിലെ ജനപ്രാതിനിധ്യ നിയമം അനുസരിച്ചും ഞാൻ നേരത്തെ പറഞ്ഞ 1960 ചട്ടങ്ങൾ അനുസരിച്ചും ഒരു തെരഞ്ഞെടുപ്പിന് മുന്നോടിയായിട്ട് സത്യത്തിൽ ഒരൊറ്റ ഘട്ടത്തിൽ മാത്രമേ ഈ വോട്ടേഴ്സ് ലിസ്റ്റ് ഫ്രീസ് ചെയ്യുന്നുള്ളൂ. അത് നോമിനേഷൻ പേപ്പർ സ്വീകരിക്കുന്നതിന്റെ അവസാന ദിവസമാണ്. അത് കഴിഞ്ഞാൽ പിന്നെ മാറ്റില്ല എന്നുള്ളത് മാത്രമേ ഉള്ളൂ. ഇന്ന് മുതൽ, ഫലം വന്നതിന്റെ പിറ്റേ ദിവസം മുതൽ വീണ്ടും ആൾക്കാരെ അതിലേക്ക് ചേർക്കുന്നതിനും പറ്റും. ഇതിന് കണ്ടിന്യൂസ് അപ്ഡേറ്റ്. പക്ഷേ ഇത് അതങ്ങനെയല്ല, അങ്ങനെ ഒരു വാദമല്ല ശ്രീത്ത് പറഞ്ഞത്. ശ്രീത്ത് ഈ വാദം വന്നത് എന്താന്ന് വെച്ചാൽ, ഈ ആകെ എത്ര വോട്ടർമാരുണ്ടോ, അവസാനത്തെ ലിസ്റ്റിൽ എത്ര വോട്ടർമാരുണ്ടോ അതിനേക്കാൾ കൂടുതൽ ആളുകൾ പോൾ ചെയ്തു എന്നാണ്. അല്ല, അത് അങ്ങനെ ഒരു വാദമാണ് വന്നത്. ഷാക്കിർ ഉദ്ദേശിച്ചത് അല്ലെ? ഷാക്കിർ അതല്ലേ ഉദ്ദേശിച്ചത്? 66% ആൾക്കാരാണ്. ഒന്നുകൂടെ വിശദീകരിക്കും, എന്താണ് ഷാക്കിറിന് അക്കാര്യത്തിൽ? ഞാൻ പറഞ്ഞത് എന്താന്ന് വെച്ചാൽ, അതായത് ഇപ്പോൾ ഞാൻ വളരെ ബ്രീഫാക്കി പറഞ്ഞാൽ, ഇത് യഥാർത്ഥത്തിൽ 100% അട്ടിമറിയാണ്. ഇത് ഇവർ തെരഞ്ഞെടുപ്പല്ല, ജനഹിതമല്ല. BJP നാഗ്പൂരിൽ നിന്ന് ഉണ്ടാക്കി കൊടുത്തിട്ടുള്ള ഒരു പ്രത്യേക രൂപകൽപ്പന, അത് തെരഞ്ഞെടുപ്പ് കമ്മീഷൻ അതെന്താണ്? അതായത് ഞാൻ പറഞ്ഞൊരു സംഗതി, അതായത്
ഈ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ അവിടെ വോട്ടർ പട്ടികയിൽ ക്രമക്കേട് ഉണ്ടാക്കിയിട്ടുണ്ട്. ഒന്ന്, അതിന്റെ കണക്ക് തെരഞ്ഞെടുപ്പ് കമ്മീഷൻ 3 തവണ പറഞ്ഞത് 3 രീതിയിലാണ്. ആ ഫിഗർ നിങ്ങൾ നോക്കിയാൽ മനസ്സിലാവും. അവിടെ നിങ്ങൾ ഇപ്പോൾ ആ 3 ലക്ഷം ഫ്രീസ് ചെയ്ത കഥകളൊക്കെ ഞാൻ പറയുന്നത് തെരഞ്ഞെടുപ്പ് കമ്മീഷൻ പറഞ്ഞത് മാത്രം നമ്മൾ അങ്ങനെയല്ല. ഈ ആരോപണം വന്നിരിക്കുന്നത് ആകെ വോട്ടർമാരെക്കാൾ കൂടുതൽ ആളുകൾ വോട്ട് ചെയ്തു എന്നൊക്കെയാണ്. 66% വോട്ട് ചെയ്തത്. അതുകൊണ്ട് അത് നേരത്തെ CPI-ML ആൾ പറഞ്ഞതുപോലെ ഞാൻ പറയട്ടെ, അല്ലല്ല മനുഷ്യ, ഒരു വിഷയമല്ല, ഇത് ആകപ്പാട് അട്ടിമറിയാണ്. ഇതാണല്ലോ ഏറ്റവും വലിയ അട്ടിമറി എന്ന് പറഞ്ഞത്. അതായത് ആകെയുള്ള വോട്ടർമാരെക്കാൾ കൂടുതൽ വോട്ടർമാർ വന്നു വോട്ട് ചെയ്യാൻ. ഞാൻ പറയുന്നത് മനുഷ്യ, ഇത് രാഹുൽ ഗാന്ധിയോ KC വേണുഗോപാലോ ഞങ്ങൾ ആരെങ്കിലോ എവിടെ നിന്ന് എടുക്കുന്ന കണക്കല്ല. തെരഞ്ഞെടുപ്പ് കമ്മീഷൻ പുറത്ത് വിട്ടിട്ടുള്ള കണക്കിൽ നിന്നാണ് ഞങ്ങൾ പറയുന്നത്. അങ്ങനെയാണെങ്കിൽ ഇതിന്റെ അന്തരം എങ്ങനെയാണ് ഉണ്ടായിട്ടുള്ളത്? അത് ശ്രീത്, അത് കാര്യമാണ്. PIBയുടെ ആ റിലീസിൽ ഈ ടോട്ടൽ ഇലക്ടേഴ്സ് എന്ന് പറഞ്ഞുകൊണ്ട് 745 26 858, അതായത് 7,45,26,858 എന്നിട്ട് ആ കോളത്തിന് നേരെ 66.91% എന്ന് എഴുതിയിട്ടുണ്ട്. അപ്പോൾ അത് കാണുമ്പോൾ സ്വാഭാവികമായിട്ടും ഇത്രയും ആളുകൾ വോട്ട് ചെയ്തു എന്ന് തോന്നുന്നു. അതുകൊണ്ടാണ് എനിക്ക് ആ റിലീസ് മഞ്ജുഷ്, അത് ടോട്ടൽ ഇലക്ടേഴ്സിന്റെ കൗണ്ടാണ്. പക്ഷേ അത് അവർ കൊടുത്തിരിക്കുന്ന ഒരു പ്രശ്നം പറ്റിയിരുന്നു കേട്ടോ. അതിന്റെ ഇത്ര ശതമാനമാണ് പോൾ ചെയ്തിരിക്കുന്നത്. 66% അങ്ങനെയാണെങ്കിൽ 4.5 കോടിയെ വോട്ട് ചെയ്തിട്ടുള്ളൂ. 4.5 കോടിയെ. അല്ല, ഞാൻ പറയുന്നത് ഈ 66% പോൾ ചെയ്തിരിക്കുന്നതാണ് ഈ 7.5 കോടി വോട്ടർമാരെങ്കിൽ അവിടെ മൊത്തത്തിൽ എത്ര വോട്ടർമാരുണ്ടെന്ന് നമ്മൾ പറയുന്നത്? 11 കോടിയോ? അങ്ങനെ എന്തായാലും കണക്കില്ലല്ലോ. അപ്പൊ അതാണ് അദ്ദേഹം CPI-ML നേതാവ് പറഞ്ഞത്. അതാണ് ഷാക്കിർ തുടക്കത്തിൽ പറഞ്ഞത്. ഞാൻ അതുകൊണ്ടാണ് പറഞ്ഞത് അത്രയും പോൾ ചെയ്തിട്ടില്ല എന്ന്. അത് മാത്രമല്ല, വെബ്സൈറ്റിൽ കൃത്യമായിട്ട് അറിയാം, ഓരോ പാർട്ടിക്കും കിട്ടിയ വോട്ടുകൾ അറിയാം. അപ്പൊ അത് ഈ CPI-ML ആള് പറഞ്ഞിരിക്കുന്നത് ശരിയായ വാദമാണ്. ഞാൻ അദ്ദേഹം പറഞ്ഞിരിക്കുന്നത്, റിപ്പോർട്ട് ചെയ്തിരിക്കുന്നത് കേട്ടിടത്തോളം അദ്ദേഹം പറഞ്ഞിരിക്കുന്ന ഈ 2 കണക്കുകളാണ്. അതായത് 7.42 crore ആയിരുന്നു ആദ്യം, അത് പിന്നീട് 7.45 crore ആയി എന്നുള്ളതാണ് അദ്ദേഹം പറയുന്നത്. എനിക്ക് തോന്നുന്നില്ല അദ്ദേഹം SIR വന്നതിന് ശേഷമുള്ള കണക്കുകൾ മറ്റേതുമാണ്. അപ്പൊ അത് വളരെ കൃത്യമായിട്ട് ഈ ലിസ്റ്റ് കൊടുക്കുന്ന സമയത്ത് അതിന്റെ ഏറ്റവും അവസാനം D എന്ന് പറഞ്ഞിട്ടുള്ള ഒരു കോളത്തിലാണ് ഈ നമ്പർ വരുന്നത്. പക്ഷെ അതിനുശേഷം പിന്നീട് കൊടുത്തിരിക്കുന്ന 6ാമത്തെ ഒരു ക്ലോസ് ഉണ്ട്. ലാസ്റ്റിൽ ഈ അസിസ്റ്റന്റ് ഡയറക്ടറുടെ സൈനോട് കൂടി വരുന്നതിന് അതിൽ പറയുന്നുണ്ട്, നിങ്ങൾക്ക് ഈ നോമിനേഷൻ പേപ്പർ കൊടുക്കുന്നതിന് തൊട്ട് മുമ്പ് വരെയും നിങ്ങൾക്ക് ഇലക്ടറൽ ലോഡിലേക്ക് ആളെ ആഡ് ചെയ്യുന്നതിന് വേണ്ടുന്ന അപേക്ഷകൾ കൊടുക്കാം എന്നൊക്കെ പറഞ്ഞിട്ടുള്ള ഒരു സ്റ്റാൻഡേർഡ് ഫോമാണ്. ആ ഫോമിൽ തന്നെ ഞാൻ ഈ പറഞ്ഞിരിക്കുന്ന കണ്ടീഷനോട് എഴുതിയിട്ടുണ്ട്. അതൊരു കാര്യം. രണ്ടാമത്തെ കാര്യം ശ്രീ ഷാക്കിർ പറഞ്ഞത് കർണാടകയിൽ ഉണ്ടായിരിക്കുന്ന അറസ്റ്റാണ്. കർണാടകയിൽ ഉണ്ടായിരിക്കുന്ന അറസ്റ്റ് എന്തിന്റെ പേരിലാണ്? കർണാടകയിൽ ഇന്നുണ്ടായിരിക്കുന്ന അറസ്റ്റ് എന്ന് പറയുന്നത് അവിടെ ഫോം 7 കൊടുത്തിട്ട് ആൾക്കാരെ അനധികൃതമായിട്ട് അവരുടെ പേര് വോട്ടേഴ്സ് ലിസ്റ്റിൽ നിന്ന് നീക്കം ചെയ്യുന്നതിന് ഒരു ഗൂഢശ്രമം ഉണ്ടായി എന്നതിന്റെ പേരിൽ ഇലക്ഷൻ കമ്മീഷൻ തന്നെ ഐഡന്റിഫൈ ചെയ്തിട്ട് കൊടുത്തിരിക്കുന്ന ഒരു പരാതിയുടെ പുറത്താണ്. ആ പരാതിയെക്കുറിച്ച് വളരെ കൃത്യമായിട്ട് ഇലക്ഷൻ കമ്മീഷന്റെ ഡേറ്റ പുറത്തു വന്നതാണ്. അവിടെ അങ്ങനെ ഏതാണ്ട് 7000-ഓളം അപേക്ഷകളാണ് ഈ വോട്ടേഴ്സ്, അതായത് എലിജിബിൾ ആയിട്ടുള്ള വോട്ടർമാരുടെ വോട്ട് നീക്കം ചെയ്യുന്നതിന് വേണ്ടി കൊടുത്തിരുന്നത്. അങ്ങനെ ബൾക്കായിട്ട് ഈ ആലന്ത് എന്ന് പറയുന്ന സ്ഥലത്ത് മാത്രമായിട്ട് ഏതാണ്ട് 7000 റിക്വസ്റ്റ് വന്നു. അങ്ങനെ അസ്വാഭാവികമായിട്ട് ഒരു വലിയ ബൾക്ക് നമ്പർ വന്നപ്പോൾ അവരത് പരിശോധിക്കുകയും അതിൽ 24 ആൾക്കാർ, ജെനുവിനായിട്ട് അപേക്ഷ കൊടുത്തിരിക്കുന്ന 24 ആൾക്കാരുടെ പേര് മാത്രമാണ് ഈ വോട്ടേഴ്സ് ലിസ്റ്റിൽ നിന്ന് ഡിലീറ്റ് ചെയ്തിരിക്കുന്നത്. ബാക്കി 5994 എണ്ണവും അവര് റിജക്ട് ചെയ്തു എന്ന് കൊടുത്തിരിക്കുന്നതാണ്. അതിന്റെ പേരിൽ അവിടെ ഉണ്ടായിരുന്ന ബൂത്ത് ലെവൽ ഓഫീസറും ഇലക്ഷൻ ഓഫീസറും ചേർന്നിട്ട് പരാതി കൊടുത്തിട്ട് ആ കേസായിരിക്കുന്ന കേസിന്റെ പുറത്താണ് ഇന്നൊരാളെ അറസ്റ്റ് ചെയ്തിരിക്കുന്നത്. രാഹുൽ ഗാന്ധി ഉന്നയിച്ച ഒരു കാര്യമാണല്ലോ. രാഹുൽ ഗാന്ധി ഉന്നയിച്ച വോട്ട് ചോരിയെ തുടർന്നല്ലേ അത് വന്നത്? അല്ല, രാഹുൽ ഗാന്ധി ഇത് ആരോപണം ഉന്നയിക്കുന്നതിന് മുമ്പാണ്. അതായത് രാഹുൽ ഗാന്ധി ആരോപണം ഉന്നയിക്കുന്നത് ഈ അടുത്തിടെയാണ്. പക്ഷേ ഈ കർണാടകയിലെ തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട് വോട്ടേഴ്സ് ലിസ്റ്റിൽ നിന്ന് ആൾക്കാരെ മാറ്റുന്നതിന്, അതായത് ആ വോട്ടേഴ്സ് ലിസ്റ്റ് ഫൈനലൈസ് ചെയ്യുന്ന ഇലക്ഷൻ പ്രക്രിയ നടക്കുന്ന സമയത്താണ് ഈ 6000-ഓളം റിക്വസ്റ്റുകൾ അവിടെ വന്നിരിക്കുന്നത്. ആ സമയത്തല്ലേ ഇലക്ഷൻ കമ്മീഷൻ ഇടപെടാൻ പറ്റൂ. അപ്പോഴാണ് ഇലക്ഷൻ കമ്മീഷൻ അത് ഇടപെടുന്നതും അന്ന് അവിടുത്തെ ബൂത്ത് ലെവൽ ഓഫീസറും അവിടുത്തെ ഇലക്ഷൻ ഓഫീസറും കൂടി ചേർന്നിട്ട് FIR ലോഞ്ച് ചെയ്യുന്നതും. ഈ രാഹുൽ ഗാന്ധിയുടെ ആരോപണം വന്ന സമയത്ത് തെരഞ്ഞെടുപ്പ് കമ്മീഷന്റെ വിശദീകരണത്തിൽ ഉണ്ടായിരുന്നത് ഇത് ഞങ്ങൾ കൊടുത്ത കേസാണ് എന്നാണ്. കർണാടകയിലെ കേസ് ഇലക്ഷൻ കമ്മീഷൻ കൊടുത്ത് രജിസ്റ്റർ ചെയ്തിരിക്കുന്നതാണ്. ആ കേസിലെ കണക്കാ പറഞ്ഞത് 24 പേരുടെ ജെനുവിനായിട്ടുള്ളത് മാത്രമാണ് വോട്ടേഴ്സ് ലിസ്റ്റിൽ നിന്ന് നീക്കം ചെയ്തിരിക്കുന്നത്. അങ്ങനെ ഒരു ശ്രമമുണ്ടായി. പക്ഷെ ബാക്കി 5994 എണ്ണവും റിജക്ട് ചെയ്തിരിക്കുകയാണ്. അതിനകത്തിൽ ഒരാളും മാറിയിട്ടില്ല. ആ കേസിലാണ് ആരെ അറസ്റ്റ് ചെയ്തിരിക്കുന്നത്. അപ്പൊ അത് തെരഞ്ഞെടുപ്പ് കമ്മീഷന്റെ എതിരെയായിട്ടാണെന്ന് എങ്ങനെ പറയും? ആരാ കേസ് കൊടുത്തിരിക്കുന്നത്? കോൺഗ്രസ്സുകാർ കേസ് കൊടുത്താണോ?
രാഹുൽ ഗാന്ധി ആരോപണം കൊടുത്തതിന് ശേഷം വന്നിരിക്കുന്ന കേസാണോ? അതിനു മുമ്പ് വന്നിരിക്കുന്ന കേസാ. അതല്ലെങ്കിൽ ഈ കഴിഞ്ഞ ദിവസം രാഹുൽ ഗാന്ധി പത്രസമ്മേളനം നടത്തുക കർണാടകയുമായി ബന്ധപ്പെട്ട് ആ പത്രസമ്മേളനം നടത്തുന്ന സമയത്ത് അന്നേരമാണോ ഇലക്ഷൻ കമ്മീഷൻ കേസ് കൊടുത്തിരിക്കുന്നത്? നേരത്തെ ഇലക്ഷൻ കമ്മീഷൻ അന്ന് ആ സമയത്ത് ഇലക്ഷൻ കമ്മീഷൻ കൊടുത്തിരിക്കുന്ന കേസാണ്. അതുമായി ബന്ധപ്പെട്ട് അവർ സർക്കുലർ ഓൾറെഡി ഇറക്കി കഴിഞ്ഞാണ്. ഞങ്ങൾ എന്നാണ് ആ കേസ് കൊടുത്തിരിക്കുന്നത്, കേസ് നമ്പർ എന്താണ് എന്നതുമായി ബന്ധപ്പെട്ട് ഞാൻ ഒരു ചർച്ചയിൽ ആ കേസ് നമ്പർ പറഞ്ഞിരുന്നതുമാണ്. അപ്പൊ ഇത് ഒരു വശം. അടുത്തത്, കോൺഗ്രസ്സുകാർ പൊതുവെ മനസ്സിലാക്കേണ്ടത് രാഹുൽ ഗാന്ധിക്ക് ഒരു തെരഞ്ഞെടുപ്പിന്റെ ഫലം ഇഷ്ടപ്പെട്ടില്ല എന്ന് കരുതി ആ തെരഞ്ഞെടുപ്പ് റിഗ്ഡ് ആണ് എന്ന് പറയുന്നതിൽ ഒരു കാര്യവുമില്ല. ഇപ്പോൾ ഇലക്ഷൻ അവിടെ ഒരു സ്വീപ്പിംഗ് വിക്ടറി, ഈ പറയുന്ന 90s സ്ട്രൈക്ക് റേറ്റിലൊക്കെ ഈ NDA ജയിക്കുന്നതിനുള്ള കാരണം എന്താ? ഒന്ന്, നമ്മുടെ മലയാള മാധ്യമങ്ങളെ മാത്രം നോക്കിക്കോളൂ. ഇവിടെയുള്ള എല്ലാ മലയാള മാധ്യമങ്ങളും അവിടെ പോയി റിപ്പോർട്ട് ചെയ്തു. ഏതെങ്കിലും ഒരു ചാനൽ അവിടെ പോയതിനു ശേഷം അവിടെ ആന്റി ഇൻകംബൻസി ഉണ്ടെന്ന് പറഞ്ഞിട്ടുണ്ടോ? ഒരാൾ പറഞ്ഞിട്ടില്ല. രണ്ട്, ഇപ്പൊ അവിടെ പ്രത്യേക ഒരു സാഹചര്യമുണ്ട്. അതായത് JDUവിനെ BJPക്ക് എന്തായാലും വേണം. ഇപ്പൊ ഷാക്കിർ പറഞ്ഞിരിക്കുന്ന പോലെ ഇവിടെ വേണമെങ്കിൽ നിതീഷ് കുമാർ ഇല്ലെങ്കിലും ഭരിക്കാം എന്നുള്ള അവസ്ഥയല്ല. കാരണം കേന്ദ്രത്തിൽ ഭരിക്കണമെന്നുണ്ടെങ്കിൽ JDU അവർക്ക് വേണം. അങ്ങനെയുള്ള JDUവിന് അവർ അധികാരത്തിൽ വന്നതിന് ശേഷം TDPക്ക് കൊടുക്കുന്നത് പോലെയുള്ള എല്ലാവിധ സൗകര്യങ്ങളും കേന്ദ്രത്തിൽ നിന്ന് കൊടുത്തുകൊണ്ടിരിക്കുകയാണ്. കാശിന് കാശ്, പ്രോഗ്രാമിന് പ്രോഗ്രാം, പദ്ധതിക്ക് പദ്ധതി, എല്ലാ കാര്യങ്ങളും അവിടെ നടപ്പാക്കുന്നുണ്ട്. അതുകൊണ്ട് കഴിഞ്ഞ 2024 ശേഷം പ്രത്യേകിച്ച് അവിടുത്തെ വെൽഫെയർ സ്കീമുകൾക്കൊക്കെ കിട്ടിയിരിക്കുന്ന ഒരു വലിയ ബൂസ്റ്റാണ്. പിന്നെ ആൾക്കാരുടെ കയ്യിലേക്ക്, സ്ത്രീകളുടെ കയ്യിലേക്ക് 10,000 രൂപ കിട്ടുന്ന ഒരു DBT പരിപാടി. നമ്മളൊന്ന് ആലോചിച്ച് നോക്കുക. ഒരു തെരഞ്ഞെടുപ്പിന്റെ സമയത്ത് സ്ത്രീകളായിട്ടുള്ള, നമ്മൾ ഈ പറയുന്ന ബീഹാറാണ്, അല്ലാതെ നമ്മൾ കേരളത്തിലുള്ള ആൾക്കാരുടെ നിലവാരമോ മറ്റു കാര്യങ്ങളോ ഒന്നും വെച്ചല്ല നമ്മൾ നോക്കേണ്ടത്. പൊതുവെ ജീവിത നിലവാരം പിന്നാക്കമുള്ള ഒരു സംസ്ഥാനത്ത് ആൾക്കാർക്ക് ഇതേപോലെ 10,000 രൂപ സ്ത്രീകൾക്ക് കിട്ടും എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവരാർക്ക് വോട്ട് ചെയ്യും എന്നുള്ളത് നമ്മൾ സാമാന്യമായിട്ട് ആലോചിച്ചാൽ മതി. നമ്മൾ കേരളത്തിൽ പറയാറില്ലേ, അതാണ്, അങ്ങനെ ഫ്രീ ബി കൊടുക്കുന്നു. ഞാൻ പറഞ്ഞത് അത് അവർക്ക് കിട്ടിയിട്ടുണ്ട്. പിന്നെ അവിടുത്തെ പെൺകുട്ടികളെ സംബന്ധിച്ചിടത്തോളം, സ്ത്രീകളെ സംബന്ധിച്ചിടത്തോളം ജംഗിൾ രാജ് അവസാനിപ്പിച്ചു എന്ന് പറഞ്ഞ് ഇന്ന് മനോരമയെ നമ്മൾ വായിച്ചതല്ലേ, മനോരമ പത്രത്തിൽ കിടക്കുന്നത് നമ്മൾ വായിച്ചതല്ലേ. നമ്മുടെ മലയാളി പത്രപ്രവർത്തകർ അവിടെ പോയിരുന്ന സമയത്ത് അവരെ റോബി ചെയ്തിരുന്ന ജംഗിൾ രാജിന്റെ ആൾക്കാരുണ്ടായിരുന്നു. ഇവര് പുറത്തു പോയി പരാതി പറയരുത് എന്ന് പറഞ്ഞുകൊണ്ട് ഇവരുടെ അടിവസ്ത്രം മാത്രം കൊടുത്തിട്ട് ബാക്കി വസ്ത്രം ഉൾപ്പെടെ പുറത്തേക്ക് മാറ്റി വെച്ചതിന് ശേഷം പൊക്കോണ്ടിരുന്ന ആൾക്കാരാണ് പണ്ട് ലാലു പ്രസാദ് യാദവ് അവിടെ ഭരിക്കുന്ന സമയത്തുണ്ടായിരുന്ന ഗുണ്ടകൾ എന്ന് നമ്മുടെ മലയാള മാധ്യമങ്ങൾ പറഞ്ഞു. ഇത് മലയാള മനോരമയിൽ വാർത്തയുണ്ട്. ഞാൻ പറഞ്ഞത് അങ്ങനെ ഉണ്ടായിരുന്ന ഒരു സാഹചര്യത്തിൽ നിന്ന് ഇന്ന് അവിടെയുള്ള ആൾക്കാർക്ക് പുറത്തു പോകാം, സ്ത്രീകൾക്ക് പുറത്തിറങ്ങാം, യാത്ര ചെയ്യാം, ജോലി ചെയ്യാം, വിദ്യാഭ്യാസത്തിനുള്ള അവസരങ്ങളുണ്ട്. ഏതാണ്ട് 2.25 ലക്ഷം അധ്യാപകരെയാണ് ഈ നിതീഷ് കുമാർ അവിടെ കഴിഞ്ഞ ടൈമിൽ വന്നതിന് ശേഷം യഥാർത്ഥ കാരണങ്ങൾ